ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള അൽ കലാം, വാചകം എന്നുള്ളതാണ്. എന്താണ് കലാം എന്ന് പറഞ്ഞാൽ? അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ കലാം എന്ന് പറയുന്നത് ലഫ്ളും മുഫീദും ഫായിദത്തുൻ യഹ്സുനു സുകൂത്തു അലൈഹ, പൂർണ്ണമായി ആശയം ലഭിക്കുന്ന ഒരു വാക്ക്, അതിൻ്റെ മേൽ പൂർണ്ണമായ ഒരു വിരാമം ലഭിക്കുന്നു. അഥവാ ഒരു കംപ്ലീറ്റഡ് സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് പരിപൂർണ അർത്ഥം ലഭിക്കുന്ന ഒരു കംപ്ലീറ്റഡ് സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃത്യമായിട്ട് കലാം എന്ന് പറയുന്നത്. ലഫ്ദുൻ മുഫീദുൻ ഫായിദത്തുൻ യഹ്സുനു സുകൂത്തു അലയ്യ, പൂർണ്ണമായ ആശയം ലഭിക്കുന്നതോടുകൂടെ ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഒരു പൂർണ്ണവിരാമം ലഭിക്കുന്നു. ഉദാഹരണം, അൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. ഇനി അവിടെ മറ്റൊന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ആ ഒരു അൽഹംദുലില്ലയിൽ നിന്ന് പരിപൂർണമായ അർത്ഥം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അതൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. മാത്രമല്ല പൂർണ്ണമായിട്ടുള്ളൊരു വിരാമം അതിലുണ്ട്. നസർ അല്ലാഹു, അള്ളാഹു സഹായിച്ചു. വൽഫാലുൽ ലുഗത്തിൽ അറബിയത്തി സലാസ, ഇനി അറബി ഭാഷയിലെ വാക്കുകൾ 3 വിഭാഗങ്ങളാണ്. 1 ഇസ്മ്, 2 ഫിയല്, 3 അർഫ്. എന്താണ് ഇസ്മ്, എന്താണ് ഫിയല്, എന്താണ് അർഫ് എന്നിവയാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഇസ്മ് എന്താണ് എന്ന് ചർച്ച ചെയ്യാം. അൽ ഇസ്മു ലഫ്ലുൻ ലഹു മാനം മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ, സ്വന്തമായിട്ട് ഒരു അർത്ഥമുള്ളതോടുകൂടെ ഒരു കാലത്തിൻ്റെയും മേൽ അറിയിക്കാത്ത ഒരു ലഫ്ലിനെയാണ് ഇസ്മ് എന്ന് പറയുന്നത്. സ്വന്തമായി അർത്ഥമുള്ളതും കാലത്തിൻ്റെ മേൽ അറിയിക്കാത്തതുമായ വാക്കിനെയാണ് ഇസ്മ് എന്ന് പറയുന്നത്. ഉദാഹരണം ഫർസ്, കുതിര, റജുല്, മനുഷ്യൻ. ഇതിനൊക്കെ സ്വന്തമായിട്ടൊരു അർത്ഥമുണ്ട്. ഏതെങ്കിലും ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ടോ? ഭാവിയുടെ മേലോ ഭൂതകാലത്തിൻ്റെ മേലോ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ സ്വന്തമായിട്ടൊരു അർത്ഥമുണ്ട്. ഈ ലഫ്ദിനെയാണ് ഇസ്മ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിയല് എന്ന് നോക്കാം. ഫിയലിൻ്റെ പ്രത്യേകത ലഫ്ലുൻ ലഹു മാനം മുസ്തഖില്ലുൻ, സ്വന്തമായിട്ടൊരു അർത്ഥമുണ്ട്. പക്ഷേ വയദുല്ലു അലാ സമാനിൻ മാലിൻ ഔ മുസ്തഖ്ബിലിൻ ഔ ഹാലിരിൻ, ഒന്നെങ്കിൽ മാലിയുടെ മേൽ അഥവാ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിൻ്റെ മേൽ, ഔ മുസ്തഖ്ബിൽ അല്ലെങ്കിൽ ഭാവി കാലം, ഫ്യൂച്ചറിൻ്റെ മേൽ, ഔ ഹാലിരിൻ അല്ലെങ്കിൽ വർത്തമാനകാലം, പ്രസൻറ്റിൻ്റെ മേൽ അറിയിക്കുന്നതോടുകൂടെ സ്വന്തമായി അർത്ഥമുള്ള ഒരു ലഫ്ലിനെയാണ് നമ്മൾ ഫിഅല് എന്ന് പറയുന്നത്. ഔ യദുല്ലു അലാ അംറിൻ ഔ നഹിയിൻ, അല്ലെങ്കിൽ ഒരു കൽപ്പനയുടെ മേൽ അറിയിക്കും, അല്ലെങ്കിൽ ഒരു വിരോധത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ ഒരു കാര്യം വിരോധിക്കുന്നതിൻ്റെ മേൽ അറിയിക്കും. അപ്പം നഹീൻ്റെയോ അംറിൻ്റെയോ മേലെ അറിയിക്കുന്ന, ഹാലിറായിട്ടോ മുസ്തഖ്ബിലായിട്ടോ മാലിയായിട്ടോ ഉള്ള കാലങ്ങളുടെ മേൽ അറിയിക്കുന്ന സ്വന്തമായി അർത്ഥമുള്ളൊരു ലഫ്ലിനെയാണ് ഫിഅല് എന്ന് പറയുന്നത്. ഉദാഹരണം ലൊറബ പോലെ, അടിച്ചു. യളിരിബു, അടിക്കും. ഇളിരിബ്, നീ അടിക്കുക. ലാ തെളിരിബ്, നീ അടിക്കരുത്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഫീലിനുള്ള ഉദാഹരണങ്ങളാണ്. ഹർഫു ലഫ്ല ലൈസ ലഹു മാനൻ ഇല്ലാ മാ വൈരീക ഹൽ വ അല, മറ്റൊന്നിനെ കൂടാതെ സ്വന്തമായിട്ട് ഒരർത്ഥവുമില്ലാത്ത ലഫ്ലിനെയാണ് എന്ത് പറയുന്നത്? അഥവാ അതിൻ്റെ അർത്ഥം പരിപൂർണമാകണമെങ്കിൽ മറ്റൊന്നിനോടൊപ്പമല്ലാതെ അതിനൊരു പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള വാക്കുകളെയാണ്, ലഫ്ലുകളെയാണ് ഹർഫ് എന്ന് പറയും. ഹൽ പോലെ, എന്താണ് ഹൽ എന്നാൽ ആണോ, അല മേൽ, ഫി ഇൽ അല്ലെങ്കിൽ ഇതിൽ എന്നുള്ള അർത്ഥം. യതഅല്ലഫുൽ കലാമു മിൻ ഇസ്മൈനി, 2 ഇസ്മുകൾ കൊണ്ട് ചില സമയത്ത് കലാമുകൾ ഉണ്ടാകും. കമാ തഖൂൽ, നീ പറയുന്ന പോലെ, അല്ലാഹു ഖാലിഖുൻ, അല്ലാഹു സൃഷ്ടാവാണ്. ഔ മിൻ ഫിഅലിൻ വ ഇസ്മിൻ ലാഹിരിൻ, വ്യക്തമായ ഒരു ഇസ്മിൽ നിന്നും ഒരു ഫീല് കൊണ്ടും എന്തുണ്ടാകും? കലാമുണ്ടാകും. ഖറഅ മുഹമ്മദ്, മുഹമ്മദ് എഴുതി. ഔ മുസ്തതിറുൻ, മുസ്തതിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്കിൽ ഒന്നിലധികം പദങ്ങൾ ഒളിഞ്ഞിരിക്കും. ഉദാഹരണം ഇജ്ലിസ്, നീ ഇരിക്കൂ. കലാമുനാ ലഫ്ലുൻ മുഫീദുൻ കസ്തഖീം വ ഇസ്മു വ ഫീലുൻ സുമ്മ ഹർഫുൽ കലീം, നമ്മുടെ കലാം പൂർണ്ണാശയമുള്ള വാക്കാണ്, നീ നേരെയാക്കൂ എന്നതുപോലെ.
ഇസ്മും വ ഫീലും സുമ്മ അർഫുൽ കലീം, ഇസ്മും ഫീലും പിന്നെ അർഫുമാണ് കലാം. നുമയ്യിസുൽ അസ്മാ വൽ അഫ്ആല മിമ്മാ യഅതി, താഴെ കൊടുത്തതിൽ നിന്ന് ഇസ്മിനെയും ഫീലിനെയും കണ്ടെത്തുക. അൽ ഫീലുൽ മാദി യദുല്ലു അലാ സമാനിൽ മാദി, ഫീൽ മാദി എന്ന് പറഞ്ഞാൽ അതെന്താണ്, കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന, പാസ്റ്റിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ഇദാ അദ്ഖൽത അലൽ മുസ്തഖ്ബിലില്ലാമ ഫഖുൽത ല യഫ്അലു ഇഖ്തസ ബിസമാനിൽ ഹാൽ. ഇനി അതിൽ ഒരു എന്താ പറയുക, മുസ്തഖ്ബിലിൻ്റെ മേൽ ലാം പ്രവേശിച്ചാൽ ല യഫ്അലു പോലെയാണെങ്കിൽ ഇഖ്തസ ബിസമാനിൽ ഹാൽ, അത് ആ ഹാലിൻ്റെ മേലാണ് അറിയിക്കുക, അഥവാ വർത്തമാനകാലത്തിൻ്റെ മേലാണ് അറിയിക്കുക, അഥവാ പ്രസൻറ്റിൻ്റെ മേൽ മാത്രമേ അത് അറിയിക്കുകയുള്ളൂ. ഇദാ ദഖൽത അലൈഹി സീന ഔ സൗഫ, സൗഫയോ സീനോ അതിൽ പ്രവേശിച്ചാൽ ഫഖുൽത നീ പറയും സയഫ്അലു ഔ സൗഫ യഫ്അലു എന്ന് പറയും. ഇഖ്തസ ബിസമാനിൽ ഇസ്തിഖ്ബാലി, അത് ഫ്യൂച്ചറിൻ്റെ മേൽ മാത്രമാണ് അറിയിക്കുക. മാലിയായ ഫീലിൽ സൗഫ ചേർത്ത് വായിച്ചാൽ മുസ്തഖ്ബലിൻ്റെ മേലായിരിക്കും അറിയിക്കുക.